ക്ഷേത്രങ്ങളുടെ പ്രവർത്തനം ആരാധനയിൽ മാത്രം ഒതുങ്ങാതെ ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ ജനോപകാരപ്രദമായ പദ്ധതികൾക്കും പ്രാധാന്യം നൽകണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 2200 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ആധുനിക അക്കോസ്റ്റിക് സൗകര്യങ്ങളോടെ നിർമ്മിച്ച ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ഗുരുവായൂരിൽ വെർച്വൽ ക്യൂ സംവിധാനം വിജയകരമായി നടപ്പാക്കിയതിന് മന്ത്രി ദേവസ്വത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. അടിയന്തര സാഹചര്യങ്ങളിൽ മികച്ച ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ദേവസ്വം ആശുപത്രിയിൽ ആവിഷ്കരിക്കുമെന്നും ഇതിനായി CSR ഫണ്ട് ഉൾപ്പെടെയുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. ശ്രീ ഗുരുവായൂരപ്പൻ ഭക്തസേവാ സംഘം വഴിപാടായി നിർമ്മിച്ചതാണ് ഓഡിറ്റോറിയം. ചടങ്ങിൽ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിക്കുകയും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. ദേവസ്വം മന്ത്രിക്ക് ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഉപഹാരവും നൽകി. കൂടാതെ മമ്മിയൂർ മേൽപ്പാലം പദ്ധതി പരിഗണിക്കണമെന്നും ഗുരുവായൂരിലെ ഫയർ ആൻഡ് റെസ്ക്യൂ കെട്ടിടവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിച്ച് അവരെ പുതിയ സ്ഥലത്തേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾക്ക് മുൻകൈ എടുക്കണമെന്നും NK അക്ബർ MLA മന്ത്രിയോട് പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ദേവസ്വവും മാതൃഭൂമിയും ചേർന്ന് നടത്തുന്ന വിദ്യാർത്ഥികൾക്കുള്ള 4ാമത് ആനവര ചിത്രരചനാ മത്സരം ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, മറ്റ് ഭരണസമിതി അംഗങ്ങളായ C മനോജ്, മനോജ് B നായർ, KS ബാലഗോപാൽ, MU ഷിനിജ, വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ എന്നിവർ പങ്കെടുത്തു. ഞങ്ങളുടെയൊക്കെ ഒരു എനർജി എന്ന് പറയുന്നത് ഇവിടുത്തെ ദർശനം തന്നെയാണ്. ഞങ്ങൾ ഒരുപാട് നെഗറ്റീവ് എനർജി ശ്വസിച്ച് വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നതിലൂടെ ക്ഷേത്രത്തിലൊക്കെ വന്നൊരു ദർശനം നടത്തുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു സാധാരണ ഒരു ഭക്തൻ വരുമ്പോൾ അവർക്കും കാര്യമായ എന്താ പറയേണ്ടത് ഒരു സഹായം ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാവണം.